Okay, welcome to all, welcome to everybody, welcome to today's English class for UP children. We have had two English classes earlier. The first class was on self-introduction and the second one was on writing a notice. Now, today we can discuss on writing a diary. Okay, I am Krishnan from Patambi GUP school. How are you? Fine? Are you feeling well? And Onam? Good. Okay, very good. Were you able to play with your friends? Yes. And did you make pookalams in front of your house? Oh, really? Okay. I wish to know more about your lockdown days. I wish to learn, I wish to listen more about your stay at home days. Were you able to study well through the online classes? From the Kite Victors channel, from the class WhatsApp group, etc.? Did you draw pictures or cartoons or drawings as part of the Nerkalcha program, in connection with the Nerkalcha program at your school? Did you share your drawings in the class WhatsApp group as part of the Nerkalcha programs? Okay, very good. എന്തായാലും ഇതൊരു വല്ലാത്ത കാലമാണ്, വല്ലാത്തൊരവസ്ഥയാണ് ഈ ലോക്ക്ഡൗൺ കാലം. കൂട്ടുകാരോടൊത്ത് കളിക്കാനോ സ്കൂളിൽ പോകാനോ പറ്റാതെ വീട്ടിൽ അടച്ച് ഒതുങ്ങി കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഈ കാലയളവ് കുട്ടികൾക്കൊക്കെ തന്നെ പല തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. No sweet distribution on the Praveshanotsavam day. No sweet distribution on the Independence Day. No schools at all. No assemblies. No Sahitya Samajams. No group works. No PT periods. Actually, we were totally jailed up at our homes. Is not so? Okay, let us watch a video, and you might have seen this earlier. All of you might have seen this before. Okay, let us watch. ഞാൻ ഇത്രയും നാൾ പഠിച്ചോണ്ടല്ലേ ഇരുന്നേ, അല്ലാതെ കിടന്നോണ്ടല്ലോ. പഠിച്ചോണ്ടല്ലേ ഇരുന്നേ. ലീവ് തരാം. പാപ്പയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഒരു ദിവസം ലീവ് തരാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല, പഠിച്ചോണ്ടേ ഇരിക്കും. പഠിക്കാറ്. ഇന്നലെ ലീവ് വന്നോ? ഇല്ലല്ലോ. ഇന്നലെ നീ എഴുതിയോ? 3 ദിവസം ലീവ് വന്നത്, അത് ഓർക്കണം. 3 ദിവസം സംസാരിക്കല്ലേ? ഇപ്പൊ സംസാരിക്കുന്നത് എഴുതൂട്. എങ്ങനെ ഭാവിയൊക്കെ കണ്ടോ? ഇത്രയും ഉണ്ടായിട്ട് ഞാൻ എഴുതാനാ? ഇത്ര എഴുതിയതൊന്നും പോരാ, ഇതൊക്കെ എഴുതിയതും പോരാ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ പറയും ഇതും കൂടെ എഴുതാം, പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ പറയും ഇതും കൂടെ എഴുതും, ഈ പേജും കൂടെ എഴുതും, പിന്നെ അടുത്ത പേജ്. ഞാൻ പഠിക്കാനൊന്നും അതിങ്ങനെ എഴുതാനേ. Did you watch the video? A smart, naughty girl. Parents are forcing her
to write. Write again. Write again and again. Then how does the baby react? How does the child react? She is very much angry. She is expressing her frustrations, her irritations, her furious anger towards her parents. Is not so? See another video of a small child, and her problem is she couldn't go to school. So she wished to go to school. So that is another video. Let us see. ടീച്ചറിനെ കാണണോ? എവിടെ പോണം? അതിന് ടീച്ചറിനെ കാണാൻ എവിടെയാണ് പോവാനുള്ള? നഴ്സറിയിൽ അവധി മക്കളെ. ടീച്ചറിനെ കാണാൻ നഴ്സറിയിൽ പോണോ? ഇന്ന് വേന് വരൂലേ മക്കളെ, എങ്ങനെ പോവും? നഴ്സറി കൊണ്ടാക്കാൻ പറ്റില്ല, നഴ്സറി ക്ലോസ് ചെയ്ത് മക്കളെ, അടച്ചിട്ടിരിക്കുക. കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിനികളുടെയും പ്രതിനിധി ഇവിടെ ഇരുന്ന് കരയുന്ന വാവിട്ട്. എന്തിനും മക്കളെ കരയുന്ന? എടാ ഇന്ന് നഴ്സറി പോകാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് ഹോളിഡേ മക്കളെ, ഇനി കുറച്ചു ദിവസത്തേക്ക് പോണ്ട, അതുകൊണ്ടല്ലേ. ഇല്ലല്ലേടാ, ഇന്ന് വാൻ വരത്തില്ല. Children are lions in the cages, not even to move here, not even to move there. They are walking here and there at homes. They wish to go to park. They wish to go to swimming pools, but they couldn't go anywhere else. Let us see another video of a girl. എന്റെ ഇഷ്ടം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ശമ്പളം വേണ്ടേ? അപ്പൊ അതുപോലെ എനിക്കാണോ? ഞാൻ വലുതായിട്ടില്ലല്ലോ, ഞാൻ എപ്പോഴും ചെറുതല്ലേ. നീ ചെറുതാന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യണ്ടേ? പാർക്കിൽ പോകാൻ പറ്റത്തില്ല. പാർക്കിൽ പോയെന്താ? പാർക്കിൽ പോ, കൊറോണയാന്ന്. ഞാൻ വഴക്കൊടുത്തോളാം, എല്ലാവർക്കും വീട്ടിലേക്കുള്ള. ആർക്ക് വഴക്ക് കൊടുക്കാൻ? പോലീസ് വന്നാ ഇടിച്ച് പഞ്ചറാക്കും. ആരിടിച്ച് പഞ്ചറാക്കും? ഞാൻ ഇടിച്ച്, അത് ഞാൻ ജയിച്ചോളാം. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പോരുതെന്ന്. നീ അതൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. നിനക്കിപ്പോ എവിടെയാ പോണ്ടേ? എന്റെ പാർക്കില്. ഏത് പാർക്കില്? സുഭാഷ് പാർക്കില്. അങ്ങനെ സുഭാഷ് പാർക്കിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല പൊന്നു, കൊറോണയാന്ന്. എങ്ങനെ ഒരു കാര്യം പറഞ്ഞേ, ആ സൂപ്പർമാൻ പാർക്കിൽ പോകാൻ പറ്റുമോ? അവിടെ ആകുമ്പോ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. ഒരു പാർക്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. കണ്ടോ, ഇതാണ്. Now comes the next video. This video also is very much viral through the social media. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്. ഇങ്ങനത്തെ പൂവ്. അതിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം. ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്, കത്രിക, പേപ്പർ, ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഒരു ഷേപ്പ് ആക്കണം. ഇങ്ങനെ ഒരു മടക്കി എല്ലാവരും ഇങ്ങനെ ഒരു മടക്കണം. അങ്ങനെ രണ്ട് മടക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ അതാക്കുക. ഇങ്ങോട്ടില്ലേ, ഇങ്ങോട്ട് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾ പെൻസിലെടുത്ത് ഞാൻ എത്തിനാ നിങ്ങൾക്ക് അറിയില്ലല്ലോ. പെൻസിലെടുത്ത് ഞാനൊരു ഷേപ്പ് വരാനും വേണ്ടിയാണ്. ഇതിൻ്റെ ഇവിടെ ആ പൂവിൻ്റെ മോഡലൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക.
നിങ്ങളെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് ഒന്ന് ഞാൻ പൂവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് മലൻ്റെ അതിൽ ഞാൻ വരച്ചു കൊടുത്തു. ഇനി കത്തിക എടുത്ത് നമ്മൾ വെട്ടുകയാണ്. ഞാൻ വരച്ച അവിടെ നിങ്ങളൊക്കെ വെട്ടുക. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടുക. ഞാൻ വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്ന് നോക്കുക. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പ് ഇത് ആയി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല. എൻ്റെ ഒരു വേറെ മോഡലാണ് വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം. പലതും അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് പലത് ഒരു ഇതായാൽ നമുക്ക് പല. We know this video became very much viral, very much popular in Kerala during these lockdown days through social media. We know his name is Mohammed Faiz and he is from Kondoti. The paper flower he makes becomes a failure. But even then, he is very much happy. He is very much confident. He is very much satisfied with that. Is not so? A very motivating video, inspiring video. He is actually a sample to all of us. He is actually a role model to each and everybody among us. Do you have any such experiences? How are your days nowadays during these lockdown days? Now, let us come to the main point. The main point of writing a diary. Think of a day. Think of any day nowadays. What are the happenings of that day? Where did you go? Did you play with your friends? Were you happy or sad? Were you angry or anxious? Can you write an English diary? How can we start a diary? How can we write a diary? I got up early in the morning. I did so. And etc. And finally, I am going to bed. Like this. Is not so? Okay. We know how to write a diary. And would you like to read a sample diary? Let us read. And this diary is written by my neighbor, and he is a student of Standard 5. Worst day, 14th March 2020. Today is my birthday, a special day to me, the most surprising day for me. But unluckily, it turned into the worst one today. Every year, we would celebrate a grand function. My friend Aisha would come. Ammaman and Ammai would come. Chocolates, payasam, cakes would water everybody. But alas, today the lockdown. I missed my friends and relatives. I missed their love. My dreams turned into sadness. An unforgettable day. Here is another diary specimen, and it is written by a 7th standard student.
Let us read a sad but happy day, 31st August 2020. Onam today. Got up at 6, rushed out to the garden, looked at the lovely flowers, plucked a bucket full of rose, mukuti and chambarati, designed a beautiful pattern of flowers, a nice pookalam. Looked at the clock. Oh, it is 9. After a sudden bath, I searched for my onakodi. I realized my father is jobless due to the lockdown. So no new dress for this Onam. I was about to cry. What a bad luck. I burst into tears. It became louder. Mother came to me. She patted on my shoulder. I knew she was trying to console me. She brought me into the kitchen. Banana and upmao. I looked at the banana. I became proud of myself. That was not a purchased one. It was from our kitchen garden. I was very much thrilled. Yellowish, ripened bananas smiled at me. No school nowadays, nor play with friends, no work to my father, not even a single rupee for onakodi. But anyway, I am totally happy with my pookalam and banana. Now it is 10 at night. I feel sleepy. Good night. We read 2 diaries. It would be easy, it would be helpful to us if we look at the features of a diary. നമ്മളൊക്കെ തന്നെ ഡയറി എഴുതി ശീലമുള്ളവരാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും. അന്നന്ന് നടന്ന സംഭവങ്ങളുടെ വെറും എഴുത്ത് എന്നതിലപ്പുറം നമ്മുടെ ഡയറിയെ എങ്ങനെ മെച്ചപ്പെടുത്താനാകും? ഒരു ഡയറിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? തിങ്ക് ഓഫ് ദ ഫീച്ചേഴ്സ് ഓർ നേച്ചേഴ്സ് ഓർ characteristics of a diary. Think of it. We use first person in a diary. That is, I, me, my, myself, we, our, us, ourselves, etc. ഞാനോ ഞങ്ങളോ എങ്കിൽ ഫസ്റ്റ് പേഴ്സൺ, നീയോ നിങ്ങളോ എങ്കിൽ സെക്കൻഡ് പേഴ്സൺ, അവനോ അവളോ അവരോ അതോ എങ്കിൽ തേർഡ് പേഴ്സൺ. സാധാരണയായിട്ട് നമുക്കറിയാം, വി യൂസ് ഐ, മീ, മൈ, മൈസെൽഫ്, വി, അവർ, us, ourselves. That is, use only first person while writing a diary. Characteristics number 2, most of the verbs in simple past. For example, got up at 6. Don't write get up at 6. Played with my friends. Don't write play with my friends. ഓർക്കുക, ഇതൊരു സാമാന്യ തത്വം മാത്രമാണ്.
നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലല്ലല്ലോ, സിമ്പിൾ പാസ്റ്റിലാണല്ലോ സാധാരണ പറയാറ്. ഓക്കെ. നമ്പർ 3, ഡേറ്റ് ആൻഡ് ഡേ. The date and day should be included in a diary. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളുടെ ഡയറി താളുകൾ എടുത്ത് നോക്കുമ്പോൾ ഇതെന്ന് എഴുതി എന്ന് കൺഫ്യൂഷനായിക്കൂടാ. അതുകൊണ്ടാണ് ഡേറ്റ് ആൻഡ് ഡേ ഈസ് എ കമ്പൽസറി ഐറ്റം വൈൽ റൈറ്റിംഗ് എ ഡയറി എന്ന് പറയുന്നത്. നമ്പർ 4, ടൈറ്റിൽ. It would be better if we give a title or a caption to the diary extract. നമ്മുടെ ഡയറി പേജിന് നല്ലൊരു ശീർഷകം കൊടുത്താൽ അത് നന്നായിരിക്കും. നമ്പർ 5, മെയിൻ ഇവൻറ്റ്സ്. നോ നീഡ് ടു റൈറ്റ് എവറിത്തിങ് ഇൻ എ ഡയറി. ട്രൈ ടു റൈറ്റ് the main events of that day. ഓരോ നിസ്സാര സംഭവങ്ങളുടെയും വിവരണം ഡയറിയിൽ വേണമെന്നില്ല. ഓൺലി മെയിൻ പോയിന്റ്സ് ഓർ ഈവൻറ്റ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ എ ഡയറി. നമ്പർ 6, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, എക്സ്പ്രഷൻസ് എക്സെട്ര. നമ്പർ 7, ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദാറ്റ് ഡേ. ദിവസത്തിൻ്റെ ആകെ മൊത്തം ഇംപ്രഷൻ ഡയറിയിൽ ഉൾക്കൊള്ളിച്ചാൽ അത് നന്നായിരിക്കും. നൗ കൺസിഡർ ദ പോയിന്റ് നമ്പർ 6, ഇമോഷൻസ്, ഫീലിങ്സ്, എക്സ്പ്രഷൻസ്, തോട്ട്സ് എക്സെട്ര. How can we express our emotions? For example, if we were happy, we can write, I was extremely delighted. I was totally pleasant. Okay. Similarly, if we were sad, how can we write in a diary? I was sad. I was extremely depressed. I was totally dejected. Like that. Here, let me share a list of emotions in which you can make use of these lists while writing a diary. ഇമോഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. യു ക്യാൻ യൂസ് ദിസ്, യു ക്യാൻ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്സ്, refer the glossaries, refer the dictionaries, and you can verify how these words are written and used. So what I am trying to say is, try to include these type of words related to our emotions. Can you? Here the list comes, and you can take down onto your notebook also. List of emotions. Number 1, നല്ല പോലെ സന്തോഷം വരുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകൾ: ഹാപ്പി, cheerful, pleasant, excited, relaxed, delighted. List of emotions. Number 2, വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നത്: സാഡ്, ലോൺലി, ഹെൽപ്ലെസ്, ഡിപ്രസ്ഡ്. ലിസ്റ്റ് ഓഫ് ഇമോഷൻസ്. നമ്പർ 3, ഭയത്തിനെ, പേടിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ: afraid of, frightened,
horrified, terrified, nervous, scared. List of emotions number 4. നമുക്ക് വല്ലാത്ത ദേഷ്യം വരുമ്പോൾ, ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആംഗ്രി, ഫ്യൂരിയസ്, irritated, blasted out, raged. List of emotions number 5. അത്ഭുതം വരുമ്പോൾ, അത്ഭുതം കൊണ്ട് നമ്മൾ അന്തം വിടുമ്പോൾ, പകച്ചു നിൽക്കുമ്പോൾ, സർപ്രൈസ്ഡ്, wondered, amazed, astonished, fascinated. List of emotions number 6. ആശങ്ക, പരിഭ്രമം, വെപ്രാളം ഒക്കെ വല്ലാതെ വന്ന് നമ്മളെ അലട്ടുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകൾ: ആങ്ഷ്യസ്, worried, confused, upset. List of emotions number 7. മനസ്സിന് അലിവ് തോന്നുമ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്: kind, sympathetic, caring, sorry. So, in general, if we put it into brief, diary is an important discourse that we have to practice every day. Then only our language will be nourished. മനസ്സിൽ തോന്നുന്നതെന്തും തുറന്നെഴുതാവുന്ന ഒരു ചങ്ങാതിയായി മാറട്ടെ നമ്മുടെ ഡയറി. പല പ്രഗത്ഭരുടെയും ഡയറി പേജുകൾ പിന്നീട് പുസ്തകങ്ങളായി മാറിയിട്ടുണ്ട്. ഹാവ് യു ഹേർഡ് ഓഫ് ആൻ ഫ്രാങ്ക്? ഹൂ വാസ് ആൻ ഫ്രാങ്ക്? ഡിഡ് യു സീ ദിസ് ബുക്ക്? ദിസ് ഈസ് എ ഡയറി written by Anne Frank. Anne Frank was born in Germany and Holland 90 years ago. She experienced a lot of harassments, insults, bad experience, bad incidents, tragedies throughout her life. During the Nazi Germany rule of Hitler, what did she do? She poured all her experiences, all her emotions into the diary. Later, see, while she was breathing her last, she was just 16 or 17 years old. 90 കൊല്ലങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലും ഹോളണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന 16 വയസ്സുകാരി പെൺകുട്ടി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഡയറി എങ്ങനെ തങ്ങളുടെ വികാരങ്ങളുടെ, ചിന്തകളുടെ, ജീവിതത്തിൻ്റെ ഒക്കെ ഒരാവിഷ്കാരമായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ഡയറി പുസ്തകം. ആൻഡ് ഇറ്റ് ഈസ് എ ടച്ചിങ് ഡയറി. You have to collect this book from the bookshops or from the school library. Okay? Both in Malayalam and English, this book is available. This book has been translated into a lot of languages throughout the world. Hope everybody of you will try from this day onwards to write a diary. Okay? Sure? What we have to do for writing a diary? At night, after supper, go to a
a lonely room, switch off your lights, close your eyes, think of the day. What happened? What are the events of this day? How was our feelings? Who are the people I met? Think again and again. Then please open your eyes, switch on the light, take your pen and diary notebook and pour all your emotions, all your thoughts, all your main impressions into the diary. നിങ്ങളുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ജീവിതത്തിൻ്റെ മൊത്തം തന്നെയും എക്സ്പ്രഷന് വേണ്ടി പറ്റുന്ന ഒരു മീഡിയമായി മാറട്ടെ ഡയറി. Be frank and truthful to your diary. Be sincere and serious to your diary. Okay? Bye.